മാരാമൺ കൺവെൻഷന്റെ ഗായികയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന അച്ഛൻ കല്യാണം കഴിച്ചു. എന്റെ ആങ്ങളുടെ കൂടെ കല്യാണം. ഇനിയിപ്പോ ഭർത്താവിനുള്ളതാണല്ലോ. ചേച്ചി വളർന്നു വലുതായി, ചെറിയ കുട്ടിയായിരുന്നു. സ്പോർട്സ് എന്ന് പറഞ്ഞ അവന്റെ കൊച്ചിലേ പോലുള്ള എനിക്ക് പ്രൈഡാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേച്ചിയുടെ കല്യാണമാണ്. വിഷു മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല സഖി ഞങ്ങളുടെ മോളെ ഏൽപ്പിക്കും. ചേച്ചിയാണ് എന്റെ സെക്കൻഡ് മദർ. എന്റെ എല്ലാമാണ് ചാച്ചന്. ചേച്ചിയുടെ കല്യാണമാണെന്ന് പറഞ്ഞപ്പം ആരാ ഫോട്ടോഗ്രാഫി വേണം, പിന്നു സീൻസ്. വേറെ ഒരു ഓപ്ഷൻ പോലും ഇല്ലായിരുന്നു. കുഞ്ഞിലേ തൊട്ടേ ഒരു ഉറുമ്പും കടിക്കാതെ തലയിലും താഴെയും വെക്കാതെ പൊക്കി എടുത്തോണ്ട് നടന്നതാണ് എന്റെ ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ഫോട്ടോസ്, അങ്ങനെയൊക്കെ. മോള് തന്നെ. ഇനിയിപ്പോ വലുതവിടെ രണ്ട് ചെറുത് സൈഡിൽ. ബസ്സിന് പോലും ചേച്ചിയെ ഇനിയും ഒരാള് കൊണ്ടുപോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ പോകുന്നില്ല. ശങ്കരി ആദ്യമായി ജനിച്ച കൺമണിയാണ്. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് പപ്പായും മമ്മയും. മെസ്സി റൊണാൾഡോ. നല്ല ഡിസൈനർ സാരിയില് നല്ല ബൊക്കെയൊക്കെ പിടിച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് ചെല്ലണമെന്ന് ആഗ്രഹം. വർഷങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളുടെ ഒരു ഫീലിംഗ് എനിക്ക് വന്നത്. കയ്യിൽ നിറയെ പണമുള്ള ഒരു ബാഗുമായിട്ട്. ഹീസ് മൈ ലവ്. അടിപൊളി വർക്ക്, ഒന്നും പറയാനില്ല. ഏറ്റവും നല്ല കെയറിംഗ് ലവിംഗ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. സൗന്ദര്യം കണ്ട അവനെ തറവൊക്കത്തില്ല. ഗുഡ് മോർണിംഗ്, ബിനു സിൻസ് ആണ്. ഇന്ന് ആനിന്റെയും ക്രിസ്റ്റിന്റെയും വെഡിങ് ആണ്. മർത്തോമ കല്യാണമാണ് കേട്ടോ, നമ്മുടെ പുനലൂർ വെച്ച്. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂരിനടുത്താണ് കേട്ടോ. ഇന്ന് ഒരു മർത്തോമ സഭയിലെ വൈദികന്റെ വീടാണിത്. ആളിന്റെ മകളുടെ കല്യാണമാണ്. എൻഗേജ്മെന്റ് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, വെഡിങ്ങിനാണ് വന്നിട്ടുള്ളത്. എന്താ പറയാ, ഇന്നത്തെ ദിവസം ഒരുപാട് വൈദികരൊക്കെ ഉണ്ടാവും. കാരണം വൈദികന്റെ ഒരു മകളുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം തന്നെയായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല മഴയാണ്. ഞാനിപ്പം നിൽക്കുന്ന പമ്പയാറിന്റെ തീരത്താണ്. മഴയായതുകൊണ്ട് നമ്മുടെ ഫോട്ടോസ് ഒക്കെ എങ്ങനെ വരുമെന്ന് അറിയില്ല, പുറത്തോട്ട് പോയി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇൻഡോർ തന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാണ്. ബിനു സീൻസ് ആണ്. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് വ്ളോഗാണ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6:30 യൂട്യൂബിൽ വരും. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാവും. ഡെയിലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സ് ഒക്കെ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. കല്യാണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോസ് എല്ലാവരും ചിരിച്ചുകൊണ്ട് കാണുള്ളൂ, അതാണ് നമ്മുടെ പ്രത്യേകത. ബിനു സീൻസ് ആണ്. വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുക ഗൈസ്. ആന്റെയും ക്രിസ്റ്റിന്റെ ഇൻവിറ്റേഷൻ കാർഡാണ്. നല്ല രസമുണ്ട്. ഇപ്പൊ കാർഡുകളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ കൂടി ഇങ്ങനെ ഒരു റിബണൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റായിട്ട്. മൺഡേ 29 ജൂൺ 11 AM. ഇത് ഓപ്പൺ ചെയ്യുമ്പം റവറൻ ഡോക്ടർ ടി സ്കറിയ, മിസസ് വിൻസി സ്കറിയ, അതായത് ആന്റെ പപ്പയുടെ അമ്മയുടെ പേരാണ് കേട്ടോ. ആൻ വിൻസി സ്കറിയ, ക്രിസ്റ്റിൻ സജി പയ്യന്റെ പേര്. കല്യാണം നടക്കുന്നത് ബഥേൽ മാർത്തോമ ചർച്ച്, കരവാളൂര്, അതായത് പുനലൂരിനടുത്താണ് കേട്ടോ. ഷെയറിംഗ് ദ ഹാപ്പിനെസ്, ഡോക്ടർ തേജസ് ജോർജ്. ഡോക്ടർ തേജസ് ജോർജ് എന്ന് പറയുന്ന ആളുടെ സിസ്റ്ററാണ്. ആളാണ് ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ വെഡിങ്ങിന് വേണ്ടി. അപ്പം ഇതാണ് ഇൻവിറ്റേഷൻ കാർഡ്. ഈ കൈ ഇങ്ങനെ വെച്ചേ, ഇങ്ങനെ ചേച്ചിയുടെ ബാക്കിൽ നിൽക്കുന്നത് തൊഴിൽമക്കാരി. ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇടാൻ വരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? പെണ്ണിന്റെ അമ്മയെ തന്നെ ഒരുക്കാൻ കഷ്ടപ്പെട്ടു. ഇടത്തില്ല മേക്കപ്പ്. ആണോ? ഡോക്ടർ തേജസ് എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? പാണ്ടനാട് അങ്ങനെ ക്ലിനിക്സിൽ കൺസൾട്ടന്റ്. തേജസ് എന്നെ ആദ്യം വിളിച്ചേ. ആളിവിടെ ദുബൈയിലാണോ? ആണോ? എന്നെ ഉണ്ട്, അറിയാമോ? ഇല്ല, ഫോട്ടോ എടുക്കുന്ന ആളാ. ആണോ? ഞാൻ ഇവിടെ ലാഗപ്പള്ളിയില് അച്ഛനായിരുന്നു. അപ്പൊ അന്നേരം വന്നിട്ടുണ്ട്. ഉണ്ടായിരിക്കാം. പക്ഷേ അച്ഛന്റെ ജനിച്ച സ്ഥലം എല്ലാം ഇവിടെ തന്നെയാണോ? നമ്മുടെ ആനിന്റെ ആരാ പരിചയപ്പെടാൻ വേണ്ടി വന്നു? ഇതോ? ഇത് പപ്പായുടെ രണ്ട് പെങ്ങന്മാര്. 3 പേരുണ്ട്. ആണോ? ഇതാണ് നമ്മൾ പറഞ്ഞ ഡോക്ടർ തേജസ്. തേജസ് ആണ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്ത്. സാറിന് കല്യാണം വേണ്ടി ചെല്ലുമ്പോൾ ബ്രൈഡിന്റെ ആങ്ങളമാർ അനിയത്തിമാരെയൊക്കെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ബ്രൈഡിനെക്കാട്ട് കൂടുതൽ ഒരുങ്ങിയിട്ടുണ്ട്. അല്ലയോ? മൂത്തമ്മച്ചനാണോ? ഇവര് 2 പേര്. 3 പേര്. ഇവിടുത്തെ ആളെന്ത്? ഒരാളെന്ത്? മൂത്ത ചേച്ചി, രണ്ടാമത് ചേച്ചി, പിന്നെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കും. സിസ്റ്ററെ കുറിച്ച് പറയൂ. നിങ്ങളുടെ ഒരു മെമ്മറിയിലെ സിസ്റ്റർ എങ്ങനെയാണ്? സിസ്റ്റർ ആയിട്ടുള്ള എന്റെ കൂടെ മെമ്മറി വെച്ച് ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകാൻ മെമ്മറി എന്ന് വെച്ചാൽ എന്നെ ഒരു പ്രാവശ്യം ഇവിടെ നോക്കാൻ വേണ്ടി ചേച്ചിയാണ് ഏൽപ്പിച്ചത്. ഞാൻ അവിടെ കളിച്ചോണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ എന്ത് കാണിച്ചാലും അങ്ങനെ നോക്കിയിരിക്കുക. ചേച്ചി വളർന്നു വലുതായി, ചെറിയ കുട്ടിയായിരുന്നു. ബെസ്റ്റ് വിഷസ്. അമ്മച്ചൻ പറയാം. അമ്മച്ചൻ അമ്മച്ചന് അനുദ്രവത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഭയങ്കര സ്നേഹമാണ്. കുറെ വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ ദുബൈയിലായിരുന്നു. എന്റെ മോളെ പോലെ ഞങ്ങൾ അവിടെ വളർന്നു. ചൈൽഡ്ഹുഡ് മെമ്മറി എന്താ? ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു, ഞങ്ങൾ ദുബൈയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലേക്ക് വരുമ്പോഴൊക്കെ വളരെ നല്ല സ്നേഹവും
ഹായ് വന്ന് ചിരിച്ചിരിച്ച് ഇങ്ങോട്ട് ആ എന്റെ ആങ്ങളുടെ കൂടെ കല്യാണം ആ ഇതാരാ എന്റെ മകളാണ് എന്റെ കൊച്ചു ആ ഹലോ ഹായ് ഇതെന്റെ മൂന്നാമത്തെ മാവി, ഇത് മാവന്റെ. ഇതെന്റെ ചേച്ചിമാര്, ഇതെന്റെ അച്ചാച്ചൻ, ഇതെന്റെ അമ്മാമ, ഉപ്പാപ്പന്റെ വൈഫ്, ഏറ്റവും ഇളയ അമ്മാമ, ഇതെന്റെ അനിയത്തി, രണ്ടാമത്തെ ഉപ്പാപ്പൻ, ഇതെന്റെ അമ്മാമ, എന്റെ അനിയത്തി, ഇതെന്റെ പപ്പയുടെ മാവി, മോനും എന്റെ, ഇതെന്റെ മൂത്ത അമ്മാച്ചന്, അമ്മാമച്ചി, ചേച്ചി, അനിയത്തി. രണ്ട് മിടുക്കി കുട്ടികൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഉള്ളേക്കുള്ള ആങ്ങള, നമ്മുടെ ക്രിസ്റ്റിന്റെ അളിയൻ. മോനെക്കൊണ്ട് ഭയങ്കര സ്നേഹം തോന്നുന്നു. ആ സ്നേഹമാണ്. പറഞ്ഞു അവള് നേരത്തെയൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോ ഇനിയും കൊണ്ടുവരും. കുറച്ച് നാളായി കിട്ടിയിട്ട്. ഇനിയിപ്പോ ഭർത്താവിനുള്ളതാണല്ലോ. ചേച്ചിയാണ് എന്റെ സെക്കൻഡ് മദർ എന്ന് വീട്ടിൽ പറയാം. എന്നെ കുഞ്ഞിലെ തൊട്ടേ ഒരു ഉറുമ്പും കടിക്കാതെ തലയിലും താഴെയും വെക്കാതെ പൊക്കി എടുത്തോണ്ട് നടന്നതാണ് എന്റെ ചേച്ചി. അടിപിടിയൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷെ എന്നെ ഏറ്റവും ഫേവറേറ്റ്, എന്നെ ഏറ്റവും പൊക്കിയെടുത്ത് ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് നടന്ന് മൂന്നുകൂട്ട നിനക്ക് എന്തെങ്കിലും ഉണ്ടോ നീ എന്നോട് പറ. അതാണ് എപ്പോ വിളിച്ചാലും ചേച്ചിയുടെ വൈബ് അതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചേച്ചിയെ ഇനിയും ഒരാള് കൊണ്ടുപോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ പോകുന്നില്ല. ചേച്ചിക്ക് സന്തോഷമാണ്. അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണല്ലോ. ഞങ്ങൾ മൂന്നുപേരും എന്താ പറയണ്ടേ, എപ്പോഴും ഒരുമിച്ചായിരിക്കും. കുറച്ച് നാള് ഞങ്ങൾ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു അടുപ്പം മനസ്സിലായത്. കാരണം എപ്പോഴും ഒരുമിച്ച് നിൽക്കും, അടിയുണ്ടാക്കും, സ്നേഹം. പിന്നെ ഞാൻ എന്ത് വാങ്ങിച്ചാലും രണ്ടെണ്ണം ഞാൻ വാങ്ങിക്കും, മുത്തിനും മോനുക്കുട്ടനും. അത് എന്ത് സാധനമാണെങ്കിലും. ഭയങ്കര ഗിവറാണ് ചേച്ചി. അങ്ങനെയാണ് ഞാൻ ഇവരെ നോക്കിയേക്കുന്നത്. എന്റെ രണ്ട് പിള്ളേരാണ്, ഇവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും. ഇനിയിപ്പോ വലുതവിടെ, രണ്ട് ചെറുത് സൈഡിൽ. എല്ലാം ഉണ്ടോ? കൊറേ അടി ഉണ്ടാക്കും, പക്ഷെ അതിന്റെ ഇരട്ടി സ്നേഹമാണ്. പെട്ടെന്ന് വഴക്കുണ്ടാക്കും, പിന്നെ പക്ഷെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അങ്ങനെ അടി ഉണ്ടാക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം അടിയാണെന്ന് പ്രതീക്ഷിക്കും. അങ്ങനല്ല, സ്നേഹമാണ് കൂടുതൽ. പക്ഷെ അടി ഉണ്ടെങ്കിലല്ലേ സ്നേഹം ഉണ്ടാക്കും. അതെ അതെ. പക്ഷെ ചേച്ചിയുടെ കല്യാണം ഞങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ ആഗ്രഹിച്ച് ലോങ് അവൈറ്റഡ് ഒരു ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് അത് വെയിറ്റിംഗ് തീർന്നു. ഇന്ന് ചേച്ചിയുടെ കല്യാണമാണ്. അങ്ങനെ അതിന്റെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇനി ആ പള്ളിയിലോട്ട് അങ്ങോട്ട് എത്തിച്ചേരുകയാണ് അടുത്ത സാക്ഷാത്കാരം. ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടക്കണം, നല്ല രീതിയിൽ നടക്കണം, നല്ല സ്നേഹമുള്ള ഒരാളെ ഭർത്താവായിട്ട് കിട്ടണം. പിന്നെ നല്ല ഡിസൈനർ സാരിയിൽ നല്ല ബൊക്കെയൊക്കെ പിടിച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും എല്ലാം അതന്നെ പപ്പയുടെ കൈ പിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡിയാണ്, കുഴപ്പമില്ല. ബ്രദർ സിസ്റ്ററുടെ മുഖത്ത് നോക്കി ചിരിച്ച് യെസ് പല്ല് തേച്ചവരെല്ലാം പല്ല് കാണിക്കോ ഗൈസ് കം ഓൺ. അച്ഛൻ ഇങ്ങനെ ഒരു അമ്മായിപ്പനാകാൻ പോവാണ്. അച്ഛൻ്റെ ലൈഫിലെ ആദ്യത്തെ കൺമണിയാണ്. ആള് ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് ആളിൻ്റെ ഓരോ ഗ്രോത്ത്, ആളിൻ്റെ ആഗ്രഹങ്ങളുടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഫൈനലി ഈ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നത് ഇത്രയും ഒരു വർഷത്തെ നമ്മുടെ ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു അച്ഛന് ശരിക്കും? ദൈവാനുഗ്രഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആദ്യമായി ജനിച്ച കൺമണിയാണ്. ഞങ്ങള് കൃപ എന്നാണ് പേരിട്ടത്. എന്നാൽ അത് സാവകാശം അത് മോളുമായി. ആ വലിയ ദൈവകൃപയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ മോളെ കാണുന്നത്. ദൈവം അതിശയകരമായിട്ടാണ്, അത്ഭുതകരമായിട്ടാണ് ദൈവം വീണ്ടെടുത്തത്. വലിയൊരു അതിശയകരമായ അനുഭവത്തിലൂടെ ദൈവം തമ്പുരാൻ വീണ്ടെടുത്ത് അവളെ പഠിക്കാനൊക്കെ നല്ല ബ്രൈറ്റ് ആയിരുന്നു. എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞിട്ട് ബഹ്റിനിൽ ജോലി ചെയ്തു. പിന്നെ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യാനായിട്ട് ദൈവം അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കൃപയാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരിയാണ്. നല്ല ഗായിക, മാരാമൺ കൺവെൻഷന്റെ ഗായികയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് ചെയ്യുന്ന ഒരാളാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഉത്തരവാദിത്വ ബോധമാണ്. എന്റെ പപ്പായും അമ്മയാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്ന് പറയാനായിട്ട്. ഈ വീട്ടിൽ വന്ന് ജനിച്ചത് എനിക്ക് അത്രയും വലിയ സന്തോഷമാണ്. എന്നെ ഇത്രയും നന്നായി വളർത്തി നോക്കി, അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് പപ്പായും അമ്മയും. എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ എല്ലാ സങ്കടങ്ങളും കൂടെ നിന്ന് എന്നെ അങ്ങനെ ജഡ്ജ് ഒന്നും ചെയ്യാതെ അത്രയും സ്നേഹത്തോടെ നോക്കി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും നല്ല കെയറിങ്, ലവിങ് ആയിട്ടുള്ള പാർട്ട്ണറാണ്. നമ്മളെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കി, അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല. എല്ലാം ഭയങ്കര കേട്ട് നമ്മുടെ ഇഷ്ടം കൂടെ മനസ്സിലാക്കി. അതുകൊണ്ട് അതിലൊക്കെ ഞാൻ ഭയങ്കര ലക്കിയാണ്. ഭയങ്കര സ്നേഹം കാര്യങ്ങളാണ്. നമ്മൾ വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ സ്വന്തം ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എപ്പോഴും വർഷങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളുടെ
ഒരു ഫീലിംഗ് എനിക്ക് വന്നത്. അതിനെനിക്ക് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വന്ന ഒരാളാണ്. പിന്നെ ആ ഒരു സ്നേഹം കരുതലൊക്കെ കണ്ടപ്പോൾ എനിക്കത് എത്ര നാളായി കല്യാണമൊക്കെ സെറ്റായി? ഒരു ഏപ്രിൽ പകുതിയോളം. ഇത്രയും നാള് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നമ്മള് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, സന്തോഷങ്ങൾ, അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളവിടെ ഒരു സ്ഥലത്ത് അപ്പം നമ്മൾ എല്ലാ ദിവസവും കാണും, നമ്മള് കഴിക്കാൻ പോകും. അപ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം തീരുമാനിച്ചത് കാര്യമാണ്. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും രാജ്യങ്ങളിലൊക്കെ കറങ്ങാൻ പോകണമെന്നുള്ള ആഗ്രഹം. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ക്രിസ്റ്റിനെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ്, ഒരു കാര്യം പറയാം. എന്റെ എല്ലാമാണ് ചാച്ചന്. എനിക്ക് ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ ചാച്ചനെ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ഹീസ് മൈ എവറിത്തിങ്, ഹീസ് മൈ ലവ്. എപ്പോഴെങ്കിലും ബ്രൈഡ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചിലേ പോലുള്ള എനിക്ക് ബ്രൈഡാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ച് അവസാനം കറക്റ്റ് സമയത്ത് ദൈവം കറക്റ്റ് ആളെ നമുക്ക് തന്നു. ഞാൻ ചേട്ടന്റെ വീഡിയോസ് എല്ലാം കാണുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ഫോട്ടോസ്, അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ കുറെ വ്ളോഗ്സ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞാൻ വിചാരിച്ചു ചേട്ടന്റെ കല്യാണത്തിന് വിളിക്കണം, ചേട്ടൻ തന്നെ വന്ന് എല്ലാം ചെയ്യണമെന്ന്. അന്തെല്ലാം ആഗ്രഹം സാധിച്ചു. താങ്ക് യു ഏട്ടാ. ഇവിടെ ഏറ്റവും വലിയ ബൊക്കെയാണ്. ഇതെന്നും നിന്റെ ഹൃദയത്തിലുണ്ടാവണം. യേശു മാത്രമേ ഉള്ളൂ നിനക്ക് ഏറ്റവും നല്ല സഖി. അപ്പായും അമ്മയെക്കാളും വലുതാ ഭർത്താവ്. ഭയങ്കര സ്നേഹമുള്ളൊരു ഭയങ്കര ഗിവറാ. ഞാൻ ഇങ്ങനെ റിസീവിങ് എൻഡിൽ നിന്ന് ക്ഷീണിച്ചു. ഇങ്ങനെ എല്ലാം തന്നോണ്ടിരിക്കും. എന്തും എടുത്താലും എന്റെ 2 ഇളയത്തങ്ങൾ എന്നും പറഞ്ഞാണ് ചേച്ചി അങ്ങനെ ഞങ്ങളുടെ കൊണ്ട് നടക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് തോന്നും ചേച്ചി ഇത്ര ഓവറായിട്ട് എന്തിനാ തരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യും ചേച്ചി ഇതെല്ലാം ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇളയത്തങ്ങളെ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോവുക, എന്തോ കിട്ടിയാലും 2ആയിട്ട് കൊണ്ടുപോയി തരിക, ഇതൊക്കെയാണ് ചേച്ചിയുടെ ഹാപ്പിനെസ്. ചിലപ്പോ ഞാൻ വിചാരിക്കും ഞാൻ ഇച്ചിരി സെൽഫിഷ് ആയി പോകുന്നുണ്ടോ എന്ന്. ചേച്ചി എന്ന് പറയുമ്പോ അങ്ങനെയാ, പാവമാണ്, എക്സ്ട്രീം പാവമാണ്, ഭയങ്കര ഗിവറാണ്. അപ്പൊ അതിന്റെ ഒരു ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു വീടും കൂടെ കിട്ടി പോകുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നാൽ ചേച്ചിക്ക് ഒരു നല്ല പാർട്ട്ണറിനെ കിട്ടുന്നതിന്റെ സന്തോഷമുണ്ട്. ഞങ്ങൾക്കൊരു ചേട്ടനെ കിട്ടുന്നതിന്റെ സന്തോഷമുണ്ട്. അച്ഛനും ഭയങ്കര സ്വീറ്റ് ആണ്, സന്തോഷമായി. 2 സൈഡ് ഒന്ന് കെട്ടിപ്പിടിച്ചു. ഇത് അവിടുത്തെ ബന്ധുവാണോ? ക്രിസ്റ്റിന്റെ വീഡിയോ കാണോ? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ആശ. എവിടെ ചിരിച്ചു? ഏതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ. നിൻ തോട്ടത്തീന്നൻ പേർക്കായി വീശിച്ചിടുക കുളിർ തന്നൽ. ശ്ലിവായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാൽ അടിമ വിടുർത്തി സ്വർഗത്തിൽ പന്തീലൻ. മാലയിട്ട് 2 പേരും ഒരുമിച്ച് എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തേക്ക്, ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞേക്കെ. റെഡി 3, 2, 1 കൊടുത്തു. 2 പേരും മേടിച്ചു. 2 പേരും നോക്കി ചിരിച്ചേ. 2 പേർക്ക് ഒരു ഷെയ്ക്കാനോട് കൊടുത്തേ, ഒന്ന് കെട്ടിപ്പിടിച്ചേ. ചേച്ചിക്കൂടെ അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞ എല്ലാ റിസപ്ഷനിലാണ്. ഓരോരുത്തരും അവരുടേതായ രീതികൾ. ഇവിടെ നിന്ന് ചേട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അവിടെ മൊബൈൽ ക്യാമറയിൽ 2 പേര് പോസ്റ്റ് ചെയ്യുന്നു. ഇവര് ഫോട്ടോ എടുക്കാനായിട്ട് ഷേപ്പ് വന്നത്. ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. നീ വീഡിയോ കണ്ടിട്ടുണ്ടോ? അടിപൊളി.
കാണാൻ കാത്തിരുന്ന് കണ്ട ആളാണ്. പെണ്ണിന്റെ കസിൻ ബ്രദർ ആണ്. കയ്യിൽ നിറയെ പണമുള്ള ഒരു ബാഗുമായിട്ട് ഇത് ഉപ്പാപ്പൻ. എന്നെ കുറിച്ച് ഒരാൾ പറയാൻ വേണ്ടി പോകുന്നു. പറയാൻ ഇത്രേ ഉള്ളൂ. ചേച്ചിയുടെ കല്യാണമെന്ന് പറഞ്ഞപ്പം ഒരേ ഒരു വാക്ക്, ആരെ ഫോട്ടോഗ്രാഫി വേണം, ബിനു സീൻസ്. വേറെ ഒരു ഓപ്ഷൻ പോലും ഇല്ലായിരുന്നു. നേരെ ബിനു സീൻസ്. കാരണം അവർ കുറെ കല്യാണം കണ്ടിട്ടുണ്ട്, വർക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനും കണ്ടിട്ടുണ്ട് വർക്ക്. ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് കുറെ കല്യാണത്തിന്. എന്റെ കുറെ ഫ്രണ്ട്സിന്റെ സൂപ്പർ വർക്കാണ്. കഴിഞ്ഞ സാമ്പിൾ ഫോട്ടോസ് ഒക്കെ കണ്ടു. അടിപൊളി വർക്ക്, ഒന്നും പറയാനില്ല. അപ്പോ ഈ വീട്ടിലെ എല്ലാ കല്യാണങ്ങളും ബിനു സീൻസിന് എന്നെ കൊടുത്തിരിക്കുന്നു. ഒരു പ്രശ്നമില്ല. മച്ചാന്റെ കല്യാണം എത്രയും പെട്ടെന്ന് മച്ചാന്റെ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും സിംഗിൾ ആണ്, റെഡി ടു മിങ്കിൾ. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ അച്ഛനെ കണ്ടു. കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറ. ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇത് ഞാൻ സന്ധ്യയുടെ ഇത് പെണ്ണിന്റെ അവിടെ നിന്നെയാണ്. ചെക്കനെ കുഞ്ഞു നാളിലോട്ട് അറിയാവുന്നതാണോ? കുഞ്ഞിലെ ഓർമ്മകളൊക്കെ എന്താ? ഇവിടെ അല്ല, ഡൽഹിയില. അപ്പൊ വളർന്നു ഒരു പരിവായതിനു ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധമായപ്പോ അങ്ങ് പോകും, വായി കൊണ്ടുപോയി അവിടെ പഠിച്ചു. പിന്നെ അവിടെ ഒരുവിധം ആയിരുന്നു നാട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു. ഇത് മോളെ അമ്മായി ടോക്ക് അബൌട്ട് ആൻ. ഷീ ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എന്റെ സ്വന്തം സിസ്റ്ററെ പോലെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുബായ്, ഞാൻ ഖത്തറിനാണ്, അവിടെ ഇങ്ങോട്ട് വരുമായിരുന്നു. വളരെ ക്ലോസ് ആണ്. I've been with her through her hard times. She's fun, vibrant, നല്ല ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ട്. She's a very interesting person to be with. നല്ലതായിട്ട് സംസാരിക്കുക. അപ്പം സംസാരിച്ച് കുറെ മണിക്കൂറുകൾ അങ്ങ് പോകും. ഇനി സമയം പോകാൻ ആരെങ്കിലും ഉണ്ട് എന്നെ വിളിച്ചാൽ മതി. അമ്മ ടോക്ക് അബൌട്ട് അനുദ്രോതി. മോളിനെ പറ്റി പറയുകയാണെങ്കിൽ മോളെന്നാണ് വിളിക്കുന്നത്. മോളാണ് അവളെ എന്റെ സിസ്റ്ററിന്റെ മോളാണ്. അപ്പൊ എന്റെ സ്വന്തം മോളെ പോലെ. കാരണം അവളുടെ അമ്മയെ എന്റെ പെങ്ങളാണെങ്കിലും എന്റെ മോളായിട്ടാണ് കരുതുന്നത്. ഒത്തിരി സ്നേഹമാണ്, ഒത്തിരി സിൻസിയർ ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ കെയർഫുൾ ആയിട്ട് പറഞ്ഞാൽ അത്ര അപ്സെറ്റ്, അത്ര സിൻസിയർ ആണ്. നല്ല സ്വഭാവം. അവർക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ട് കഴിയുമ്പോ ഉണ്ടല്ലോ അവൻ അന്നേരം വിളിക്കണം, അച്ഛമ്മേ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്ന്. ഇത് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അച്ഛന്റെ പപ്പാടെ ബ്രദറിന്റെ മോളാണ്. ഫസ്റ്റ് കസിൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന അച്ഛൻ കല്യാണം കഴിച്ചു. അയ്യോ അങ്ങനെ കഴിക്കേണ്ടതായിരുന്നോ? അല്ലല്ല, അച്ഛൻ സ്റ്റിൽ ഞങ്ങൾക്ക് കൊച്ചാള് തന്നെ. വെരി ഹാപ്പി. ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ ഒരു കായ് തന്നെ അവിടെ ഇരുന്ന്. മുത്താണ്, ഞങ്ങളുടെ പൊന്നാണ്, പൊന്നോമനയാണ്. എല്ലാമാണ്. ക്രിസ്റ്റാസിന്റെ പെങ്ങള് സ്വന്തം. ഇത് എത്ര വർഷത്തെ കഥയാണ്? ക്രിസ്റ്റാസിന്റെ ഒരു ചേട്ടത്തി, പപ്പാടെ ബ്രദറിന്റെ മോന്റെ വൈഫാ. ഇവരുടെ അമ്മാച്ചനാണ് ഞങ്ങളുടെ ക്രിസ്റ്റാസിസ്. എന്റെ പോയി എല്ലാം ഞങ്ങൾ അവരുടെ പെട്ടെന്ന് അങ്ങ് പോയി. എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആണോ? അടിപൊളി വീഡിയോ. നീ ചിരിക്കേ. നിനക്ക് യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ വരണ്ടേ, കാണണ്ടേ, ഫ്രണ്ട്സ് ഒക്കെ കാണണ്ടേ? ഫ്രണ്ട്സിനോട് പോയി എന്ത് പറയും? ഓക്കെ. അയ്യോ അവൻ കെട്ടണ്ടാന്നാണോ? ഇത് മമ്മിയുടെ ചേച്ചിയാണോ അനിയത്തിയാണോ? ഇത് അമ്മച്ചിയാണോ? ഒറ്റ അമ്മച്ചനേ ഉള്ളൂ? ഒരേ ഒരു അമ്മാച്ചനല്ലേ? പെങ്ങന്മാർ കുട്ടികളുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലായിരുന്നോ? ആദ്യത്തെ ആളാണോ? അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ബസ്സിന് പോലും അവന്റെ പേരായിട്ട് കൃഷ്ണയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് കൊടുക്കുമെന്ന്. അവസാനം അമ്മച്ചൻ പറ ആളുടെ കുഞ്ഞുനാളിലെ ഓർമ്മ. എന്നാലും അവന്റെ സൗന്ദര്യം കണ്ട അവനെ തറ വെക്കത്തില്ല. ഭയങ്കര ക്യൂട്ടാണ്. പിന്നീട് ഫേസ് മാറി മാറി നടന്നു പോയാലും അവനെ ഒന്ന് നോക്കും. ശങ്കരി. അതെ അതെ അമ്മച്ചി പറ. അങ്ങനെയാണോ പറയുന്നത്? മറ്റേ കൊച്ചുമോളൊക്കെ പിണങ്ങും അങ്ങനെ പറഞ്ഞോണ്ട്? പിണക്കൊന്നുമില്ല, അവർക്കും സന്തോഷമാണ്. ഈ കൊച്ചുമോന്റെ മോനും ഇവനും കൊച്ചു കൊച്ചുങ്ങളായിട്ട് എന്നാലും മൂത്ത ആളോടെ ഭയങ്കര ഇഷ്ടം. അപ്പച്ചൻ മരിക്കാ എന്തെങ്കിലും അസുഖം വരുമ്പോ ഉടനെ പറയും കൃഷ്ണയെ വിളി, കൃഷ്ണയെ വിളി. കൃഷ്ണ വന്ന് എന്തോ ചെയ്യാനാ? മക്കളുണ്ടായതിനെക്കാട്ടി സന്തോഷമല്ലേ കൊച്ചുമക്കളുണ്ടാവുമ്പോ? ഇവിടെ രണ്ടാം പിള്ളേര്, ഇയാൾക്ക് ഒരാണ്, ഒരു പെണ്ണ്, അയാൾക്ക് ഒരാണ്. നമ്മുടെ സന്ധ്യയെ അവിടെ നിർത്തി ഫോട്ടോ എടുത്ത വലിയ ആള് നമ്മുടെ മോള്. ഈ വീഡിയോ വരുമ്പോ ഇവരുടെ മൊബൈൽ മേടിച്ചത് കാണണം. നമ്മുടെ ഇന്നത്തെ മണവാളിന്റെ എന്തായിരുന്നു പേര്? ഇതാണ് വിളിച്ച ആള്. ആ പേരെന്ന് മനസ്സിലായോ? ഇല്ലേ? അമ്മയിൽ നിന്ന് അമ്മായിമ്മ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കായിരുന്നു കുഞ്ഞുനാളിലെ കൃഷ്ണനെ കുറിച്ച്. എവിടെ പോയാലും സ്കൂളിൽ പോയാലും വൈകിട്ട് ഈവൻ വലിയതായാൽ പോലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഫുട്ബോൾ കളിക്കാം. ആ ഒരു ഭയങ്കര ക്രേസ്. അതല്ലാതെ വേറെ ഒരു വീക്ക്നെസ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവന്റെ അസ്ഥി പിടിച്ചിരിക്കും. മെസ്സി ഓർ റൊണാൾഡോ? അത് മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുകിട്ടി അളിയനും മെസ്സി. അളിയനും അടി വെക്കല്ലേ മെസ്സിക്ക് റൊണാൾഡോക്ക്?
അച്ഛനും ഏതാ അച്ഛനേത് പോനാ എന്നാൽ അച്ഛനേതാ ഫുട്ബോൾ സെമിനാരിലെ എല്ലാ ചാമ്പ്യനായിരുന്നു. അങ്ങനെ വീട്ടിൽ നമുക്കൊരു മോനോട് വരുവാണ്. ആ ഒരു സന്തോഷം എങ്ങനെ അച്ഛൻ കാണുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അച്ഛനും 3 പിള്ളേരായിരുന്നു. ആ കുറച്ചുകൂടെ കഴിയുമ്പോൾ 3 ആവും. നിന്നെ കെട്ടിച്ചു വിടണമല്ലോ. 5 ആ അങ്ങനെ അവിടുന്ന് ഒരാളോട് വരും. കെട്ടിച്ചു വിടത്തില്ലായിരുന്നു, കെട്ടിച്ചതേ ഉള്ളൂ. എന്റെ ആംഗ്ലമാര് പറഞ്ഞിരുന്നത് മോളെ നിന്നെ കെട്ടിച്ചതേ ഉള്ളൂ, കെട്ടിച്ച് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നും അവര് കൂടെ ഉണ്ട്. അതുപോലെ ഇല്ലയോ, ഞങ്ങൾ മോളിനെ കെട്ടിച്ചു വിട്ടിട്ടില്ല, കെട്ടിച്ചു. ക്രിസ്റ്റിനെ ഞങ്ങൾക്ക് കിട്ടി. കല്യാണത്തെ കുറിച്ച് അവനോട് പറയണം. അവൻ ഇങ്ങനെ മിംഗ്ലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. യെസ് റെഡി 3 2 1 ഗൈസ് കം ഓൺ. ഫാസ്റ്റ് ഫോർ 3 2 1 ഗൈസ് കം ഓൺ. ഞാൻ ക്യാമറ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നോക്കി നോക്കി നിങ്ങൾ ചിരിച്ചോണം. ചിരിച്ചോ. ആ അച്ഛാ ഇവിടെ വരാം. ചിരി. കേട്ടോ കേട്ടോ അച്ഛൻ വാങ്ങിക്കിടയില്ലെന്ന കൈയടിച്ചോ. നോക്കി ചിരിച്ച് അമ്മ പോലും കണ്ടിട്ട് എല്ലാം നിങ്ങളുടെ മോളെ ഏൽപ്പിച്ചു. മോള് തന്നെയോ? മോളല്ല, മോള് തന്നെ. കൊച്ചുമ്മയുടെ ഇഷ്ടം. അവസാനം വരെ വിട്ടിട്ട് അച്ഛൻ കരയുന്നില്ല. അങ്ങോട്ട് വരുവായോണ്ട് കാര്യത്തിൽ ഇപ്പൊ വരാം. അതെയല്ല, ഇപ്പൊ വരത്തില്ല, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോഴാ ഒരേ ഒരു അളിയ. താങ്ക് യു സോ മച്ച്. അതെ അതെ, കൂടെ ഇരിക്കാം. സന്തോഷം. ഓക്കെ താങ്ക് യു. ഓക്കെ ഗോഡ് ബ്ലെസ്. അടിപൊളിയായിട്ട്. ചേട്ടാ താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. അച്ഛാ പറയുന്നു അടുത്ത അവിടെ തന്നെ സെറ്റ് ആയിക്കോ. ആദ്യം താമസിക്കണ്ട. അവള് പറഞ്ഞു അവക്ക് ആദ്യം കെട്ടണമെന്ന് പറയുന്നുണ്ട്. നേരാണ്. ബുക്ക് ചെയ്ത് വെച്ചേക്കോ. ആ ചുമ്മാ അല്ല, അടുത്ത കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞു. ദൈവം അനുവദിച്ച. അപ്പൊ ഓക്കെ കാണാം. അപ്പം അമ്മയമ്മ അമ്മയായി, അമ്മായിമ്മയായി.